അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായിരിക്കുന്ന ആ ചൈതന്യത്തെ, ആ ശക്തിയെ, ഈശ്വരനെക്കുറിച്ച് കുട്ടികൾ അന്വേഷിക്കുന്ന, അറിയുന്ന ആ രീതിയിൽ അവരെ വളർത്തണം. ഗീതയിൽ പറയുന്നൊരു ശ്ലോകമുണ്ട്, യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തദം സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഗീതയുടെ മൊത്തം സാരമായിട്ട് വേണമെങ്കിൽ ഈ ഒരു ശ്ലോകത്തെ വ്യാഖ്യാനിക്കാം. യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തദം സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഗീതയിൽ 18-ാം അധ്യായത്തിൽ 46-ാം ശ്ലോകമാണിത്. യതഃ പ്രവൃത്തി ഭൂതാനാം. ഭൂതാനാം എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ള സൃഷ്ടിജാലങ്ങൾക്കെല്ലാം യതഃ പ്രവൃത്തി. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉൽപ്പത്തി. അപ്പോൾ യാതൊന്നിൽ നിന്നാണ് ഉൽപ്പത്തി, അത് അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ എന്തിൽ നിന്ന്, ആരിൽ നിന്ന് ഉണ്ടായി വന്നു, ആ സത്യത്തെ അന്വേഷിക്കണം. അപ്പോൾ ആ സത്യം നമ്മൾ കണ്ടെത്തും. ആ പരമമായിട്ടുള്ള സത്യം, ആ ചൈതന്യം. ആ ചൈതന്യത്തിനെയാണ് നമ്മൾ പല പേരിൽ വിളിക്കുന്നത്. ബ്രഹ്മം എന്ന് വിളിക്കുന്നു, ഭഗവാൻ എന്ന് വിളിക്കുന്നു, ഈശ്വരൻ എന്ന് വിളിക്കുന്നു, നാരായണൻ എന്ന് വിളിക്കുന്നു, മഹാദേവൻ എന്ന് വിളിക്കുന്നു, പരാശക്തി എന്ന് വിളിക്കുന്നു, പല പേരിൽ വിളിക്കുന്നു. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. ഏകമായ ആ സത്തയെ, ആ സത്യത്തെ, പ്രപഞ്ചത്തിൻ്റെ ആധാരത്തെ, ആ പരമകാരണത്തെ അറിവുള്ളവർ പല പേരിൽ വിളിക്കുന്നു. അപ്പോൾ ആ കാരണത്തെ നമ്മൾ കണ്ടെത്തണം. ആ കണ്ടെത്തലാണ് നമ്മളെ ഉപനിഷത്തുക്കളും വേദങ്ങളും പുരാണ ഇതിഹാസങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന, മാർഗദർശനം ചെയ്യുന്നത്. നമ്മൾ ഭാഗവതം ആരംഭിക്കുന്നതിന് സത്യം പരം ധീമഹി എന്നൊരു പ്രതിജ്ഞയോട് കൂടിയിട്ടാണ്. പരമമായ സത്യത്തെക്കുറിച്ച് ഞങ്ങൾ വിചാരം ചെയ്യുന്നു, ആ പരമസത്യാന്വേഷണം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആ സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തണം. യതഃ പ്രവൃത്തി ഭൂതാനാം. ഈ സൃഷ്ടിജാലങ്ങളെല്ലാം എവിടുന്നാണ് ഉത്ഭവിച്ചു വന്നത്, ആരാണിതിന് കാരണം, ആ ആദി കാരണത്തെ കണ്ടെത്തുക. ഏന സർവമിദം തദം. ഏതൊന്നിനാലാണ് ഈ കാണുന്നതെല്ലാം തതം അഥവാ വ്യാപ്തമായിരിക്കുന്നത്, നിറഞ്ഞിരിക്കുന്നത്, എല്ലാറ്റിനെയും നിലനിർത്തുന്നത് ആരാണ്, എല്ലാറ്റിലും വ്യാപിച്ച് എല്ലാറ്റിനെയും നിലനിർത്തുന്നതായിട്ടുള്ള ആ ശക്തി, ആ ചൈതന്യം ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളൊരു തത്വത്തിലെത്തും. ആ തത്വത്തെ ബ്രഹ്മമെന്നോ ഈശ്വരനെന്നോ ഭഗവാനെന്നോ നാരായണനെന്നോ ഒക്കെ ഓരോരുത്തർക്കും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് വിളിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. സ്വകർമ്മണ, അവരവരുടെ കർമ്മങ്ങളെ കൊണ്ട് അവനവന് വിധിച്ചിട്ടുള്ളതായിട്ടുള്ള ആ മണ്ഡലങ്ങളിൽ ഓരോരുത്തരും എവിടെ ജനിച്ചിരിക്കുന്നു, എവിടെ എന്തെല്ലാം അറിവുകൾ ആർജിച്ചിരിക്കുന്നു, ഏത് സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് തരം ജീവിത രീതിയെ നയിക്കുന്നുവോ, എന്ത് തൊഴിൽ ചെയ്യുന്നുവോ, അതെല്ലാം ചെയ്യുമ്പോഴെല്ലാം സ്വകർമ്മണ, അവനവൻ്റെ കർമ്മങ്ങളെ കൊണ്ട് തം അഭ്യർച്ച്യ, ആ പ്രപഞ്ചത്തിൻ്റെ കാരണഭൂതനും പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കുന്ന ആ ഈശ്വരനെ അർച്ചിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, അവനവൻ്റെ ജീവിതത്തെ ഒരു സമർപ്പണമാക്കിക്കൊണ്ട് അങ്ങനെ ജീവിച്ചാൽ സിദ്ധിം വിന്ദതി മാനവഃ. ആ മാനവൻ, ആ വിവേകിയായിട്ടുള്ള മനുഷ്യൻ, ബുദ്ധിയെ നല്ലതുപോലെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ആ പൂർണ്ണ മനുഷ്യത്വം ഉണ്ടായിട്ടുള്ള അവൻ സിദ്ധിം വിന്ദതി, സിദ്ധിയെ പ്രാപിക്കുന്നു.